ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈപുണ്യം മാത്രമല്ല, അമ്മ വിളമ്പുന്ന കൊതിയൂറും രുചിക്ക് പിന്നിലെ 10 പൊടിക്കൈകൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ വിളമ്പിത്തരുന്ന കൊതിയൂറുന്ന ആഹാരം കഴിക്കാൻ പറ്റുക എന്നത് ഒരു അനുഭവമാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും കല്ലിൽ അരച്ചെടുത്ത ചമ്മന്തിയെയും നല്ല പുഴമീൻ വറുത്തതിന്റെയും വാസനയും രുചിയും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ഈ രുചികൾക്ക് പിന്നിൽ കൈപുണ്യത്തിനോടൊപ്പം ചില പൊടിക്കൈകൾ കൂടിയുണ്ട്. കറിവേപ്പില പാത്രത്തിൽ നിരനിരയായി വെച്ച ശേഷം അതിൽ എണ്ണ ഒഴിച്ച് മീൻ വറുത്താൽ കരിയുകയോ അടിയിൽ പിടിക്കുകയോ ഇല്ല. ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ചതച്ച ശേഷം വിതറിയാൽ നല്ല സ്വാദും വാസനയും ലഭിക്കും. സവാള വഴറ്റുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. പയറും പരിപ്പും മറ്റും കുക്കറിൽ വേവിക്കുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ കുക്കറിന്റെ വിസിൽ അടഞ്ഞു പോകില്ല. മത്തങ്ങയും വെള്ളരിക്കയും വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചാൽ ചീത്തയായി പോകില്ല. മീൻകറിക്ക് പുളി കൂട്ടാൻ പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം കറിയിൽ ചേർത്താൽ മതി. പഞ്ചസാര ടിന്നിൽ 2 കഷ്ണം ഏലക്ക ഇട്ടാൽ ഉറുമ്പ് ശല്യം ഉണ്ടാകില്ല. പാവയ്ക്ക കറി വെക്കുമ്പോൾ 2 കഷ്ണം മാങ്ങ അരിഞ്ഞ് പൊടിയായി ചേർത്താൽ പാവയ്ക്കയുടെ കയ്പ് കുറയും. കറിയിൽ ഉപ്പ് കൂടിയാൽ ഉപ്പ് കുറയ്ക്കുന്നതിനായി ഉരുളക്കിഴങ്ങ് അരിഞ്ഞു ചേർത്താൽ മതി. ഇറച്ചിക്കറിക്ക് കൊഴുപ്പ് കൂടുന്നതിനായി അണ്ടിപ്പരിപ്പ് അരച്ചു ചേർത്താൽ മതി. ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.